ഹലോ, എല്ലാവർക്കും ബിയോണ്ട് ബിലീഫിലെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് ഫഹീം മുനീർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പണ്ഡിതൻ നമ്മുടെ ഒരു വീഡിയോ റിയാക്ട് ചെയ്തിട്ടുണ്ട്. സോ ആദ്യമായിട്ട് പുള്ളിയെ ഞാനൊന്ന് നന്ദി പറയുന്നു. താങ്ക് യു സോ മച്ച്. നമുക്ക് പുള്ളി പറയുന്ന വീഡിയോയിലേക്ക് കടക്കാം, സമയം കളയാതെ. എന്നെ അറിയാത്തവർക്ക് വേണ്ടി ജസ്റ്റ് പരിചയപ്പെടുത്താം. എൻ്റെ പേര് റിഷാൻ. ഞാൻ ഒരു മലപ്പുറം സ്വദേശിയാണ്. കറൻ്റ്ലി ലണ്ടനിലാണ്. വർക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങ് പോകുന്നു. ഇനി എന്താണ് ഇവിടെ എന്ന് പറയുന്നതിന് മുമ്പ് ഞാനൊരു കഥ പറഞ്ഞു തുടങ്ങാം. ഞാൻ പറ്റിക്കപ്പെട്ട ഒരു കഥ. ഇത് റിഷാൻ, മലപ്പുറം ജില്ലയിലെ വളാഞ്ചേരി എന്ന് പറയുന്ന എന്റെ സമീപ പ്രദേശത്തുള്ള വ്യക്തിയാണ്. നിലവിൽ ഇദ്ദേഹം ലണ്ടനിലാണ്. വിശ്വാസപരമായിട്ട് ഇദ്ദേഹത്തിന് എന്തൊക്കെയോ സംശയങ്ങൾ കുടുങ്ങിയിട്ട് ഇസ്ലാമിനെ വിമർശിച്ചുകൊണ്ടുള്ള അതല്ലെങ്കിൽ കളിയാക്കിക്കൊണ്ടുള്ള ഒരു വീഡിയോയാണ്. ഞാൻ മനസ്സിലാക്കുന്നത് ഇദ്ദേഹത്തിന്റെ സംശയങ്ങൾക്ക് കൃത്യമായ ഉത്തരം ലഭിക്കാത്തത് കൊണ്ടും അതല്ലെങ്കിൽ ഇദ്ദേഹത്തിന്റെ ചിന്ത മറ്റേതെങ്കിലുമൊക്കെ സംഘടനകൾക്ക് പണയം വെച്ചതുകൊണ്ടോ ഇദ്ദേഹത്തിന് ഇത്തരത്തിലുള്ള ഇസ്ലാം വിരുദ്ധമാകുന്ന ചില ചോദ്യങ്ങളും ചില സംശയങ്ങളുമാണ് ഇദ്ദേഹം പറയുന്നത്. ഇത് പറയുന്നതിന് മുമ്പ് ഞാൻ ഇദ്ദേഹം ഇപ്പോൾ നിൽക്കുന്ന രാജ്യമാകുന്ന ലണ്ടനിലെ ഒരു അവസ്ഥയെ കുറിച്ച് മൊത്തമായിട്ട് ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് ഗൂഗിളിൽ ഞാനൊന്ന് സെർച്ച് ചെയ്തപ്പോൾ അതിൽ കാണാൻ സാധിച്ചത് ഇപ്പോൾ ലണ്ടനിൽ ഏറ്റവും വളർന്നുകൊണ്ടിരിക്കുന്ന മതം എന്ന് പറയുന്നത് പരിശുദ്ധ ഇസ്ലാമാണ് എന്നല്ല, ലോകാടിസ്ഥാനത്തിൽ മുഴുവൻ നോക്കിയാൽ വളർന്നുകൊണ്ടിരിക്കുന്ന ആളുകൾ കൺവേർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന മതം പരിശുദ്ധ ഇസ്ലാമാണെന്ന് നിഷ്പ്രയാസം നിങ്ങൾക്ക് ഗൂഗിൾ ചെയ്താൽ കാണാവുന്നതാണ്. അപ്പൊ ഏതായിരുന്നാലും ഇദ്ദേഹത്തിന് എന്തൊക്കെയോ ഇസ്ലാമിനെ കുറിച്ചുള്ള സംശയങ്ങളുണ്ട്. ഓരോന്നോരോന്നായി നമുക്ക് കേൾക്കാം, അതിന് മറുപടിയും പറയാം. അപ്പോ ഞാൻ ഇവിടെ പറയാൻ പോകുന്ന കഥ എൻ്റെ ജീവിതത്തിലെ 20 വർഷത്തോളം ഞാൻ പറ്റിക്കപ്പെട്ട ഒരു കഥയാണ്. ഞാൻ ജനിച്ചപ്പോൾ എൻ്റെ ചെവിയിൽ ഞാൻ പോലും അറിയാതെ ഷഹാദ എന്നൊരു ശ്ലോകം ചൊല്ലിക്കൊണ്ട് അന്നു മുതൽ ഞാൻ അള്ളാഹുവിന്റെ അടിമയാണ് എന്ന് പറഞ്ഞ് എന്നെ പറ്റിച്ചു. ഇങ്ങനെയാണ് നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ പറ്റിക്കപ്പെട്ടിരിക്കുന്നു. കാരണം ഇസ്ലാമുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത വാക്യമാണത്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞത് എന്താ? കുല്ലു മൗലൂദിൻ യൂലദു അലാ ഫിത്രതിഹി. എല്ലാ കുട്ടിയും ജനിക്കുന്നത് അദ്ദേഹത്തിന്റെ പ്രകൃതിപരമായിട്ടുള്ള മതത്തിന്റെ മേലാണ്. എന്താണ് പ്രകൃതിപരമായിട്ടുള്ള മതം എന്ന് പറയുന്നത്? ഈ പ്രപഞ്ചമൊന്നും വെറുതെ ഉണ്ടാവുകയില്ല എന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയമില്ല. പരിശുദ്ധ ഖുർആനിൽ ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവിനെ കുറിച്ച് പറയുന്നുണ്ട്. അതായത് അള്ളാഹുവിനെ കുറിച്ച് പറയുന്നുണ്ട്. അള്ളാഹുവാണ് ഈ പ്രപഞ്ചത്തിന്റെ എല്ലാം സൃഷ്ടാവ് എന്ന് പറയുന്നു. ഈ പ്രപഞ്ചം എന്ന് പറയുന്നത് പദാർത്ഥ ലോകമാണല്ലോ. അതിലുള്ള എല്ലാ ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ പ്രതിഭാസങ്ങളും പ്രപഞ്ചമാണ്. അതിന്റെ എല്ലാത്തിന്റെയും അധിപനായ സൃഷ്ടാവാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല. അതുകൊണ്ട് തന്നെ എല്ലാവരും ജനിക്കുന്നത് ഓരോ പ്രകൃതിയുടെ മേലാണെന്ന് പറഞ്ഞാൽ എല്ലാവരും പദാർത്ഥമായിട്ടാണ് ഇവിടെ ജനിച്ചു വീഴുന്നത്. അപ്പോൾ ഈ പദാർത്ഥ ലോകത്തേക്ക് ജനിച്ചു വീഴുന്ന ഓരോ മനുഷ്യനും അള്ളാഹുവിന്റെ സൃഷ്ടിയാണല്ലോ. അതിന് ശ്ലോകം ചൊല്ലി സൃഷ്ടി ആക്കേണ്ട കാര്യം ഇല്ല. ഏതുപോലെ സുഹൃത്ത് മനസ്സിലാക്കേണ്ടത്, ഉദാഹരണത്തിന് ഇന്ത്യയിൽ ഇപ്പോൾ ഒരു പ്രൊഡക്റ്റ് നിർമ്മിക്കുകയാണ്. ആ പ്രൊഡക്റ്റ് നിർമ്മിച്ചിട്ട് അതിന്റെ മുകളിൽ മെയ്ഡ് ഇൻ ഇന്ത്യ എന്ന് സ്റ്റിക്കർ ഒട്ടിച്ചിട്ട് വേണ്ട ഈ പ്രൊഡക്റ്റ് ഇന്ത്യയുടേതാകാൻ. ഇന്ത്യ നിർമ്മിച്ചതാണെന്ന കാര്യത്തിൽ സംശയമില്ല. ഇത് ഇന്ത്യയുടെ പ്രൊഡക്റ്റ് ആകാൻ ഇവിടെ ഒരു സ്റ്റിക്കർ ഒട്ടിക്കണം എന്ന് നിർബന്ധമില്ല. സ്റ്റിക്കർ ഒട്ടിച്ചാൽ അത് അത്രയും ഗുണകരമാണ് എന്ന് പറഞ്ഞതുപോലെയാണ് കുട്ടി ജനിച്ചാൽ ഏത് കുട്ടി ജനിക്കുകയാണെങ്കിലും അവരെല്ലാം അള്ളാഹുവിന്റെ അടിമയാണ്. കാരണം അവരെല്ലാം പദാർത്ഥ ലോകത്തേക്കാണ് ജനിച്ചു വീഴുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ പ്രത്യേകമായിട്ട് ശ്ലോകം ചൊല്ലേണ്ടതില്ല എന്ന കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ കൃത്യമായിട്ട് നിങ്ങളെ പറ്റിക്കപ്പെട്ടിട്ടുണ്ട് എന്ന കാര്യത്തിൽ ഞാൻ നിങ്ങളോട് യോജിക്കുന്നു ഈ വിഷയത്തെ. ഇപ്പോൾ ഉസ്താദ് ഇവിടെ പറഞ്ഞത് നമ്മളങ്ങനെ ഷഹാദ പ്രത്യേകം ചൊല്ലേണ്ട കാര്യമൊന്നുമില്ല. കാരണം നമ്മളെല്ലാവരും അള്ളാഹുവിൻ്റെ അടിമകളായിട്ടാണ് നമ്മൾ ജനിച്ച് വീഴുന്നത് ഭൂമിയിൽ എന്നാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്തിനാണ് ഇങ്ങനെ ഒരു പ്രാക്ടീസ് ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നത്? ഒരു കുട്ടി ജനിച്ചു വീഴുമ്പോൾ അതിൻ്റെ ചെവിയിലും, ഒരാൾ മരണപ്പെട്ടാൽ അവൻ്റെ ചെവിയിലും ഷഹാദ ചൊല്ലുന്നതിൻ്റെ പ്രസക്തി. പിന്നെ അതവിടെ നിൽക്കട്ടെ, അതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആയ കാര്യം നമ്മൾ 5 നേരം നിസ്കാരത്തിൽ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് എന്ന് ചൊല്ലുന്നുണ്ട്. ഇപ്പം നമുക്കിത് അറിയാം, ഇത് നമ്മളെല്ലാവരും അള്ളാഹുവിൻ്റെ അടിമകളാണെന്ന് അറിയാം. അത്രേ അതിൻ്റെ ആവശ്യമുള്ളൂ. പ്രത്യേകം ശ്ലോകം ചൊല്ലേണ്ട കാര്യമില്ല എന്നുണ്ടെങ്കിൽ എന്തിനാണ് നമ്മൾ നിസ്കാരത്തിൽ ഇത് 5 നേരം പ്രാവർത്തികമാക്കിക്കൊണ്ടിരിക്കുന്നത്? ഇനി ഇതും നിൽക്കട്ടെ, ഇസ്ലാം കാര്യത്തിൽ ഒന്നാമത്തത് ഏതാണ്? ഷഹാദ അല്ലേ? ഈ പറഞ്ഞ ഷഹാദ എന്ന ശ്ലോകത്തിന് ഇത്ര പ്രസക്തി ഇല്ലാത്ത കാര്യമാണെങ്കിൽ നമ്മൾ അങ്ങനെയാണെങ്കിൽ ബാക്കിയുള്ള 5 കാര്യങ്ങളും പ്രസക്തമാണോ? ഷഹാദ എന്ന കാര്യമില്ലെങ്കിൽ ഒരാൾക്ക് മുസ്ലിം ആവാൻ കഴിയില്ല. ആ ശ്ലോകം ചൊല്ലൽ അത്രയും നിർബന്ധമാണ് എന്നാണ് ഞാൻ പഠിച്ചിട്ടുള്ളത്. ഇനി ഒരാൾക്ക് ഇസ്ലാമിലേക്ക് കടന്നു വരണം, മറ്റൊരു മതത്തിൽ നിന്നും ഇസ്ലാമിലേക്ക് വരണം, അല്ലെങ്കിൽ മതമില്ലാത്തവൻക്ക് ഇസ്ലാമിലേക്ക് വരണം എന്ന് വെക്കുക.
എന്താണ് അവനക്കുള്ള ഫോർമൽ സ്റ്റെപ്പ്? ഷഹാദ ചൊല്ലലാണ്. ഒരാൾക്ക് ഇസ്ലാം ആവണമെന്നുണ്ടെങ്കിൽ അവൻ ഷഹാദ ചൊല്ലിക്കൊണ്ടേ അവനക്ക് ഇസ്ലാമിലേക്ക് കടക്കാൻ പറ്റൂ. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഷഹാദ ചൊല്ലേണ്ട ആവശ്യമില്ല, എല്ലാവരും അള്ളാഹുവിൻ്റെ പ്രൊഡക്ട്സ് ആണ് എന്ന് നമ്മൾ പറയുകയാണെങ്കിൽ ഈ ലോകത്തുള്ള എല്ലാവരും അള്ളാഹുവിൻ്റെ പ്രൊഡക്ട്സ് അല്ലേ? അപ്പോൾ എന്തിനാണ് പിന്നെ ഇങ്ങനെ ഒരു ലീഗൽ സ്റ്റെപ്പ് എന്തിനാണ് ഇസ്ലാമിലേക്ക് കടന്നു വരാൻ? അങ്ങനെ പറയുമ്പോൾ ഇസ്ലാമിൻ്റെ അടിവേരാണ് അവിടെ ഇളകുന്നത്. കാരണം ഇങ്ങനെ പ്രത്യേകം ഒരു ശ്ലോകം ചൊല്ലിക്കൊണ്ട് ആരും അള്ളാഹുവിൻ്റെ അടിമയാകുന്നില്ല, എല്ലാവരും അള്ളാഹുവിൻ്റെ അടിമയാണ് എന്നാണ് പറയുന്നതെങ്കിൽ ഈ പറഞ്ഞ കാര്യം അള്ളാഹുവിന് അറിയില്ലേ? ഇവരെല്ലാം എൻ്റെ സൃഷ്ടികളാണ് എന്നുള്ള കാര്യം അള്ളാഹുവിന് അറിയില്ലേ? അള്ളാഹുവിന് അറിയുമെങ്കിൽ എന്തിനാണ് അള്ളാഹു ഒന്നാം കാര്യമായിട്ട് ഇസ്ലാം കാര്യങ്ങളിൽ ഈ ഷഹാദ എന്ന് പറയുന്നൊരു കാര്യം പറഞ്ഞിട്ടുള്ളത്? അത് അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ 5 നേരം നിസ്കാരത്തിൽ ഇത് പറഞ്ഞുകൊണ്ടിരിക്കണം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ഷഹാദ ചൊല്ലേണ്ട കാര്യമില്ലെങ്കിൽ എല്ലാ മനുഷ്യരെയും ഒരേപോലെ കാണാൻ അള്ളാഹുവിന് കഴിയുന്നുണ്ടെങ്കിൽ എന്തിനാണ് പിന്നെ ഇവിടെ ഇസ്ലാം മതത്തിൻ്റെ ആവശ്യം? അള്ളാഹ്ക്ക് എല്ലാവരും ഒരുപോലെ കണ്ടാൽ പോരെ? അപ്പോൾ ഇത് നമ്മൾ വെറുതെ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാതിരിക്കുകയാണ് നല്ലത്. നമുക്ക് അടുത്ത പോയിന്റിലേക്ക് പോവാം. ഈ അടുത്ത സംശയം എന്താ? അത് കഴിഞ്ഞ് കുറച്ചുകൂടി വലുതായപ്പോൾ ഞാൻ മദ്രസയിൽ പോകണം, അവിടെ ഏറ്റവും നല്ല മൂല്യങ്ങളും ഞാൻ ജീവിതത്തിൽ രക്ഷപ്പെടാനും വിജയിക്കാനുമുള്ള എല്ലാ കാര്യങ്ങളും പകർന്നു തരുന്ന ഏറ്റവും നല്ല വിദ്യാലയമാണ് അത് എന്ന് പറഞ്ഞ് വീണ്ടും എന്നെ പറ്റിച്ചു. സാധു മനസ്സിലാക്കിയത് എന്താണെന്ന് വെച്ചാലേ, ഈ മദ്രസയിലാണ് ഏറ്റവും നല്ല മൂല്യമുള്ള വിദ്യാഭ്യാസം കൊടുക്കുന്നത് എന്നും അതുപോലെ ജീവിത വിജയത്തിന് പറ്റുന്നതായ വിദ്യാഭ്യാസങ്ങളാണ് അവിടെ കൊടുക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ സാധു മനസ്സിലാക്കിയിട്ടുണ്ടാകും മില്യണും ബില്യണും ഒക്കെ സമ്പാദിക്കാനുള്ള എന്തെങ്കിലും ചെപ്പടി വിദ്യകൾ അവിടെ പഠിപ്പിക്കുന്നുണ്ടാകും എന്നാണ് മൂപ്പര് മനസ്സിലാക്കിയിട്ടുണ്ടാകുക. ജീവിത വിജയം കൊണ്ട് എന്താണ് ഞാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് ഞാൻ എൻ്റെ തന്നെ 2ാമത്തെ വീഡിയോയിൽ ബി യുവർ സെൽഫ് എന്ന് പറയുന്ന വീഡിയോയിൽ ഞാൻ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. സോ അതൊന്നും ഇനിയും പറഞ്ഞ് ഇവിടെ ഞാൻ ഈ വീഡിയോ ലെങ്തി ആക്കുന്നില്ല. സോ ഞാൻ ഇതും സ്കിപ്പ് ചെയ്യാണ്, അടുത്തതിലേക്ക് കടക്കാം. സുഹൃത്ത് മനസ്സിലാക്കേണ്ടത്, ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ വിജയം എപ്പോഴാണ്? അവൻ മനുഷ്യനായി സ്വസ്ഥമായി ജീവിക്കുമ്പോഴാണ്. ഈ ലോകത്തിന് മുഴുവനും സമാധാനം അതാണ്. മനുഷ്യനാകുമ്പോഴാണ് ലോകത്തിന് സമാധാനം നിലനിൽക്കുന്നത്. അപ്പോൾ മനുഷ്യൻ എന്ന് പറയുന്നത് മറ്റു ജീവികളെ പോലെയല്ല, അവർക്ക് ബുദ്ധിയുണ്ട്. ആ ബുദ്ധി ഗൈഡ് ചെയ്തുകൊണ്ടെങ്കിൽ മാത്രമേ അവന് കൃത്യമായ മനുഷ്യൻ മറ്റു മൃഗത്തിൽ നിന്നും മനുഷ്യൻ വേറിട്ട് നിൽക്കുകയുള്ളൂ എന്ന കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് ഭൗതിക കലാലയങ്ങളിലേക്കൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അവിടെയെല്ലാം പഠിപ്പിക്കുന്നത് ഈ ഐഹിക ലോകത്ത് നമ്മുടെ ഭാഷയിൽ ദുനിയാവിൽ ജീവിക്കാൻ ഉതകുന്ന ചില ജോലി സംബന്ധമായിട്ടുള്ള, അവിടെ എന്തെങ്കിലും ജീവിക്കാൻ സമ്പാദിക്കാൻ കഴിയുന്ന രീതിയിൽ വല്ല ജോലി സംബന്ധമായിട്ടുള്ള പഠനം മാത്രമേ ഇന്ന് നമ്മുടെ ഭൗതിക വിദ്യാഭ്യാസ മേഖലയിലുള്ളൂ, കലാലയങ്ങളിലുള്ളൂ എന്നുള്ളത് പച്ചയായ യാഥാർത്ഥ്യമാണല്ലോ. എന്നാൽ ഇവിടെയൊന്നും ധാർമ്മിക ബോധം വളർത്തുന്നില്ല, ധാർമ്മിക ചിന്ത ഇവിടെ എവിടെയും കൊടുക്കുന്നില്ല. ഇത് ഉസ്താദിന് എവിടുന്ന് കിട്ടിയ അറിവാണെന്ന് എനിക്കറിയില്ല. സ്കൂളുകളിലൊക്കെ കൃത്യമായി പഠിപ്പിക്കുന്നുണ്ട്, മോറൽ ക്ലാസ്സും എത്തിക്കൽ ക്ലാസ്സും ഒക്കെ കൃത്യമായി കൊടുക്കുന്നുണ്ട് കുട്ടികൾക്ക്. അപ്പോൾ പിന്നുള്ളൊരു കാര്യം, ഈ മാതാവിനെ സ്നേഹിക്കാനും ഉപ്പാനെ സ്നേഹിക്കാനും ഒക്കെ നമ്മളാരും പഠിപ്പിച്ചിട്ടൊന്നും വേണ്ട. അതൊക്കെ ജനിതകപരമായിട്ട് നമുക്ക് കിട്ടുന്ന ഒരു അറിവാണ്. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരു പൂച്ചക്കുട്ടി അല്ലെങ്കിൽ ഒരു പശുക്കുട്ടി ഒക്കെ ജനിച്ചു വീഴുമ്പോൾ അത് അതിൻ്റെ മാതാവിനെ സ്നേഹിക്കുന്നതും മാതാവിനെ ചുറ്റിപ്പറ്റി നടക്കുന്നതും ഒക്കെ ഈ മദ്രസയിൽ പോയിട്ടാണോ? അല്ലെങ്കിൽ ഖുർആൻ വായിച്ചിട്ടാണോ? ഞാൻ കളിയാക്കുകയല്ല, പക്ഷേ ഇത് എനിക്ക് മനസ്സിലാവണില്ല ഇതിനൊക്കെ എന്ത് മറുപടിയാണ് പറയേണ്ടത് എന്നുള്ളത്. അപ്പോൾ അതൊന്നും ആരും പഠിപ്പിച്ചു കൊടുക്കേണ്ട കാര്യങ്ങളല്ല. പക്ഷേ നമ്മൾ പഠിക്കേണ്ട ഒരുപാട് മോറൽ വാല്യൂസ് ഉണ്ട്. നമ്മൾ നാട്ടിൽ എങ്ങനെയാണ് ജീവിക്കേണ്ടത്, മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാതെ, മറ്റുള്ളവർക്ക് സഹായം ചെയ്തുകൊണ്ട് മറ്റുള്ളവരെ എങ്ങനെ റെസ്പെക്ട് ചെയ്യണം എന്നുള്ള മോറൽ എത്തിക്കൽ കാര്യങ്ങളൊക്കെ കൃത്യമായി സ്കൂളിൽ പഠിപ്പിക്കുന്നുണ്ട്. അതൊന്നും മദ്രസയിൽ പോയാലേ കിട്ടൂ എന്നുള്ള ധാരണ ഉണ്ടെങ്കിൽ അത് തെറ്റാണ്. ഇനി മദ്രസയിൽ പോയാലേ നമുക്ക് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലാവൂ എന്നുണ്ടെങ്കിൽ, ഇപ്പോൾ മുഹമ്മദ് നബി മദ്രസയിൽ പോയിട്ടുണ്ടോ? അപ്പോൾ പുള്ളി പറഞ്ഞ ധാർമ്മികത ഒക്കെ മനസ്സിലാക്കിയ ഒരു മനുഷ്യനായിരുന്നോ? പുള്ളിയുടെ മുന്നേ ജീവിച്ചിരുന്ന ഒരുപാട് മനുഷ്യർ, അതായത് ഇസ്ലാം വരുന്നതിന് മുമ്പ് ജീവിച്ച് മരിച്ച എല്ലാ മതത്തിൽപ്പെട്ടതും മതത്തിലില്ലാതെ ഇരുന്ന ആളുകളെല്ലാം മദ്രസയിൽ പോയിട്ടാണോ ധാർമ്മികത കണ്ടുപിടിച്ചതും പഠിച്ചതും ശീലിച്ചതും? ധാർമ്മികത എന്ന് പറയുന്നൊരു സാധനം അതൊരു ബിസ്ക്കറ്റ് പോലെ നമ്മൾ മദ്രസയിൽ പോയാൽ അങ്ങോട്ട് വായിൽ വെച്ച് തരുന്നൊരു സാധനമല്ല. അത് ഓരോ കാലഘട്ടത്തിലും ഇവോൾവ് ചെയ്ത് മാറ്റങ്ങൾ വന്നുകൊണ്ടേയിരിക്കുന്ന സാധനമാണ്. ഈ ആദ്യ കാലഘട്ടത്തിൽ കൃഷി കണ്ടുപിടിച്ച് ആളുകൾ
പരസ്പരം എന്താ പറയുക സഹായിക്കാനും ഇതാക്കാനൊക്കെ തുടങ്ങിയ കാലഘട്ടത്തിലുള്ള ധാർമ്മികത അല്ല മുഹമ്മദ് നബിയുടെ കാലത്തിലുള്ള ധാർമ്മികത. അന്നുള്ള ധാർമ്മികത അല്ല ഇന്ന് നമുക്കുള്ള ധാർമ്മികത. അത് കാലം പോകുന്നതിനനുസരിച്ച് അതിൽ മാറ്റങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. അതിനനുസരിച്ച് ഓരോ കാലഘട്ടത്തിലും നമ്മൾ മാറുന്നതിനനുസരിച്ച് പുതിയ പുതിയ ധാർമ്മികതകൾ നമ്മൾ സ്കൂളിൽ മാറ്റം വരുത്തിക്കൊണ്ട് പഠിപ്പിക്കും. പക്ഷെ ഇവിടെയുള്ള പ്രശ്നം, നമ്മൾ ഈ മദ്രസയിലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അവിടെ പഠിപ്പിക്കുന്ന ധാർമ്മികതക്ക് യാതൊരു വ്യത്യാസവും ഉണ്ടാവില്ല എന്നുള്ളതാണ്. 6-ാം നൂറ്റാണ്ടിലെ ധാർമ്മികതയാണ് ഇന്നും പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. 21-ാം നൂറ്റാണ്ടിലും നമ്മൾ ശീലിക്കാനും പഠിക്കാനും അവർ നിർബന്ധിക്കുന്നത് 6-ാം നൂറ്റാണ്ടിലെ മുഹമ്മദ് നബി എങ്ങനെയൊക്കെ പല്ല് തേച്ചു, മിസ്വാക്ക് വെച്ചാണോ തേച്ചത്, അതാണ് നമ്മളും ചെയ്യേണ്ടത്, അതാണ് ഉത്തമമായ കാര്യം. കാലം പോകുന്നത് ഒരു മനുഷ്യനെ മനസ്സിലാക്കാതിരിക്കാനാണ് ഇവർ ശ്രമിക്കുന്നത്. എന്തായാലും ഇതൊക്കെ കേൾക്കുന്നവർ മനസ്സിലാക്കുക, കേൾക്കുന്നവർ ചിന്തിക്കുക, അത്രേ പറയാനുള്ളൂ. ഒരു മദ്രസ എന്ന് പറയുന്നത് അവിടെ പഠിപ്പിക്കുന്നത് ഒരു മനുഷ്യന്റെ ബേസിക് ലെവൽ കാര്യങ്ങളാണ്. ഉമ്മയെ എങ്ങനെ സ്നേഹിക്കണം, വാപ്പയെ എങ്ങനെ സ്നേഹിക്കണം, ഉമ്മയെ എങ്ങനെ ബഹുമാനിക്കണം, നമുക്ക് അക്ഷരം പഠിപ്പിച്ചു തന്ന ടീച്ചേഴ്സിനെ എങ്ങനെ ബഹുമാനിക്കണം, അയൽവാസിയോട് എങ്ങനെ പെരുമാറണം, നാട്ടുകാരോട് എങ്ങനെ പെരുമാറണം, വയസ്സിന് മൂത്തവരെ ബഹുമാനിക്കണം, താഴെയുള്ളവരെ നമ്മൾ കെയർ ചെയ്യണം, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് ഒരു മനുഷ്യൻ മനുഷ്യനാകാനുള്ള അടിസ്ഥാനപരമാകുന്ന കാര്യങ്ങളാണ് മദ്രസയിൽ പഠിപ്പിക്കുന്നത്. ഇവിടെ ഒരു കാര്യമുണ്ട്, നിങ്ങൾ മനുഷ്യന്റെ വിജയം എന്ന് പറയുമ്പോഴേക്കും നിങ്ങൾ കോടികളും ലക്ഷങ്ങളുമാണ് സ്വപ്നം കണ്ടതെങ്കിൽ അത് മദ്രസയിൽ പഠിപ്പിക്കുന്നില്ല. അത് പറഞ്ഞുകൊണ്ടാണ് നിങ്ങൾ മദ്രസയിൽ കൊണ്ടുപോയതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ പറ്റിക്കപ്പെട്ടിട്ടുണ്ട്. മറിച്ച് മനുഷ്യന്റെ മൂല്യങ്ങൾ, മനുഷ്യമൂല്യം എന്ന് പറയുന്നത് മനുഷ്യത്വമാണ്, ധാർമ്മിക ബോധമാണ്. അത്തരത്തിൽ ധാർമ്മിക ബോധമുള്ള ഒരു മനുഷ്യന് അവൻ ഏറ്റവും അവന്റെ ജീവിതത്തിൽ വിജയിച്ചവനാണെന്ന കാര്യത്തിൽ സംശയമില്ലല്ലോ. അവൻ ദരിദ്രനാണെങ്കിലും ധാർമ്മിക ബോധമുള്ള, ഉമ്മാനെ ഉമ്മയായിട്ട് കാണാനും വാപ്പാനെ വാപ്പയായിട്ട് കാണാനും ഉള്ള ഒരു ചിന്തയും ഒരു അറിവും അവനുണ്ടായിക്കഴിഞ്ഞാൽ അതാണ് അവന്റെ ഏറ്റവും വലിയ വിജയം. നാസ്തികർക്ക് ഇല്ലാതെ പോയതും അത് തന്നെയാണ്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. ഫ്രീ തിങ്കേഴ്സിനെ കുറിച്ച്, ഇദ്ദേഹത്തിനെ പോലെയുള്ള ഫ്രീ തിങ്കേഴ്സിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. അവർ പറയുന്ന ഒരു ആശയം എന്താണ്? മതം പറയുന്നത് അവന്റെ വൈകാരികമാകുന്ന ചിന്തകളെല്ലാം തീർക്കാൻ, മതം പറയുന്നത് അവൻ വിവാഹം ചെയ്യണം, വിവാഹത്തിലൂടെയാണ് അവൻ ആവശ്യ നിർവഹണം ആദ്യമാവുകയുള്ളൂ. എന്നാൽ ഫ്രീ തിങ്കേഴ്സ് പറയുന്നത് സെക്ഷലി നമുക്ക് ഒരാളോട് ബന്ധപ്പെടാൻ ഒരു വിവാഹം എന്ന് പറയുന്നത് ഒരു തടസ്സമാകുന്നത് എന്തിനാണ്? അതുകൊണ്ട് നമുക്ക് ഇഷ്ടമുള്ളവരെ നമുക്ക് ഭോഗിക്കാൻ അവരുടെ സമ്മതം മതിയല്ലോ എന്നാണ് ഇവരെ പോലെയുള്ള ഫ്രീ തിങ്കേഴ്സ് പറയുന്നത്. അങ്ങനെ ഒരു ചിന്ത ഉണ്ടാകുമ്പോൾ ഉള്ള അപകടം എന്താണ്? ഇവരുടെ കണ്ണിൽ അവന്റെ ഉമ്മ കേവലം ഒരു സ്ത്രീ ആയിരിക്കും, മറ്റു സ്ത്രീകളെ പോലെയുള്ള ഒരു സ്ത്രീ ആയിരിക്കും. അപ്പോൾ ഇവന്റെ ആ വൈകാരികമാകുന്ന ചിന്ത വരുന്ന സമയത്ത് ഇവന്റെ മുമ്പിലുള്ള ഇവന്റെ ഉമ്മ അവൻ മറ്റു സ്ത്രീകളിൽ കാണുന്നത് പോലെയുള്ള സാധാരണ ഒരു സ്ത്രീ ആയതിന്റെ പേരിൽ ഉമ്മയെ ഉമ്മയായി കാണാൻ സാധിക്കുകയില്ല. ഇങ്ങനെയാണല്ലോ പലപ്പോഴും മനുഷ്യന്റെ ബുദ്ധി നശിപ്പിക്കുന്ന മയക്കുമരുന്നുകളും ഡ്രഗ്സും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് സ്വന്തം ഉമ്മയെയും പെങ്ങന്മാരെയും എല്ലാം ഭോഗിക്കുന്ന വാർത്തകളെല്ലാം നാം കേൾക്കുന്നത്. അത് കൃത്യമായിട്ട് മനുഷ്യ ബുദ്ധിയെ തകരാനാക്കുന്നത് കൊണ്ടാണ്. അപ്പോൾ ആ മനുഷ്യ ബുദ്ധിയെ കൃത്യമായ ഗൈഡൻസ് കൊടുത്തെങ്കിൽ മാത്രമേ അവിടെ ധാർമ്മിക ബോധം ഉണ്ടാവുകയുള്ളൂ. അങ്ങനെയെങ്കിൽ മാത്രമേ അവിടെ സമാധാനം നിലനിൽക്കുകയുള്ളൂ. അതിലൂടെ മാത്രമേ നമുക്ക് വിജയിക്കാൻ സാധിക്കുകയുള്ളൂ. ഇവിടെ ഉസ്താദ് പറയുന്നത്, നമ്മള് ഫ്രീ തിങ്കേഴ്സ്, അതായത് സ്വതന്ത്രമായി ചിന്തിക്കുന്നവർക്ക് അമ്മയും പെങ്ങളെയും തിരിച്ചറിയാൻ കഴിയില്ല. സോ എല്ലാവരെയും ഒരേപോലെ കാണുന്നത് കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അമ്മയും പെങ്ങളെയൊക്കെ ചിലപ്പോൾ നമ്മൾ ഭോഗിക്കും. നമുക്ക് അവരൊന്നും നമ്മുടെ ഉമ്മയാണ് എന്ന കൺസിഡറേഷനൊന്നും നമുക്ക് ചിലപ്പോൾ നമ്മളെ മനസ്സിലുണ്ടാവില്ല. കാരണം നമുക്ക് അങ്ങനെ ഇല്ലല്ലോ, നമുക്ക് ധാർമ്മികത മദ്രസയിൽ നിന്ന് പഠിപ്പിച്ചു തരുന്നില്ലല്ലോ. നിങ്ങൾ എത്ര പേര് കേട്ടിട്ടുണ്ട് ഒരു ഫ്രീ തിങ്കർ അല്ലെങ്കിൽ ഒരു എത്തീസ്റ്റ് ഈ അമ്മയെ ഭോഗിച്ച അതായിട്ടുള്ള ഒരു വാർത്ത എത്ര പേര് കേട്ടിട്ടുണ്ട്? എന്നാൽ ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട്. ഇപ്പൊ ഈ പറഞ്ഞ ധാർമ്മികത പഠിപ്പിച്ചു തരാം എന്ന് പറയുന്ന സ്ഥലം ഉണ്ടല്ലോ, ഏറ്റവും നല്ല ധാർമ്മികത പഠിപ്പിക്കുന്ന സ്ഥലം, മദ്രസകളിൽ ഉസ്താദുമാർ കുട്ടികളെ പീഡിപ്പിക്കുന്നതിനെ കുറിച്ചുള്ള കഥകൾ നിരന്തരം. അതിൽ നിങ്ങളും കേട്ടിട്ടുണ്ടാവും, നിങ്ങളും കണ്ടിട്ടുണ്ടാവും. സോ അതിനെ കുറിച്ചൊക്കെ പറയാതിരിക്കുകയാണ് നല്ലത്. അതൊക്കെ ചെയ്യുന്നവർ ചെയ്യും, അതിൽ ഫ്രീ തിങ്കിങ്ങിനും യാതൊരു പങ്കുമില്ല. നിങ്ങളുടെ ഒരു സമുദായത്തെയും ഞാൻ അതിന് കുറ്റം പറയില്ല. അതൊക്കെ ഓരോരുത്തരുടെ ചെയ്തികൾ മാത്രമാണ്. ദുഷിച്ച മനസ്സുള്ളവർ അങ്ങനത്തെ ആളുകളായി മാറുന്നു, അത്രേ ഉള്ളൂ. അതല്ലാതെ ഫ്രീ തിങ്കേഴ്സ് എന്ന് പറഞ്ഞിട്ട് സ്വതന്ത്രമായി ചിന്തിക്കുന്നവരെല്ലാം അമ്മ പെങ്ങൾ ഭോഗം ചെയ്യുന്നവരാണ് എന്നൊരു വാദം വളരെ ഇൻവാലിഡാണ്. സോ അത് ഇനിയെങ്കിലും നിർത്തുക. എത്ര കാലമായി തന്നെ പറഞ്ഞു നടക്കുന്നു. ഇനി ഇപ്പം ഈ പറഞ്ഞ ഇൻസെസ്റ്റ് ആണല്ലോ ഇപ്പം പ്രശ്നം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം നോക്കേണ്ടത് നിങ്ങളുടെ ഈ മതകഥയിലെ ആദ്യത്തെ മനുഷ്യനും ആണെന്ന് പറയുന്ന ആദം ആൻഡ് ഹവ്വ, അവരുടെ മക്കളായിട്ടുള്ള ആബേൽ, കെയ്ൻ ആൻഡ് സേത്ത് ആണെന്ന് ഞാൻ വിചാരിക്കുന്നു.
ഈ 3 കുട്ടികളാണ് അവർക്ക് ഉണ്ടായിരുന്നത്. എങ്ങനെയാണ് ബാക്കി തലമുറ അവിടെ ഉണ്ടായിട്ടുള്ളത്? അല്ല, നിങ്ങൾ അതും കൂടെ പറയണല്ലോ ഈ പറയുന്ന കൂട്ടത്തിൽ. അമ്മയും പെങ്ങളെയും തിരിച്ചറിയാൻ കഴിയാത്ത ആളുകൾ എന്നൊക്കെ പറയുമ്പോൾ ഇതും കൂടെ പറയണല്ലോ. ഇതിൽ ഈ ധാർമ്മികത തുളുമ്പിയിട്ട് ഈ പറയുന്ന ആബേല് കായലിനെ അങ്ങനെ തന്നെയാണ് തോന്നുന്നു. ആബേൽ കായലിനാണോ കായൽ ആബേലിനാണോ എന്ന് എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല. ഇതിൽ ഒരാളെ കൊല്ലുകയാണ്. ഓക്കെ, ധാർമ്മികത, ഒന്നാമത്തെ ധാർമ്മികത. പിന്നെ ഉള്ളത് 2 കുട്ടികളാണ്, ഒരു പെൺകുട്ടിയും ഈ പറയുന്ന ഒരു ആൺകുട്ടിയും. ഇവർ രണ്ടുപേരും കൂടിയിട്ടല്ലേ ബാക്കി മനുഷ്യരായിട്ടുള്ള ജനത വരുന്നത്. അപ്പൊ അതിനെ കുറിച്ചൊന്നും വേണ്ട, എന്തിനാ വെറുതെ. നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് കിടക്കാം. ധാർമ്മിക ബോധമാണ് മദ്രസയിൽ പഠിപ്പിക്കുന്നത്. അതിന്റെ തിക്തഫലം എന്താണ്? മനുഷ്യ വിജയമാണ് എന്ന കാര്യം സുഹൃത്ത് മനസ്സിലാക്കണം. സുഹൃത്തിനോട് ഈ മദ്രസയിൽ കോടികൾ കൊടുക്കാനുള്ള ടിപ്സ് പഠിപ്പിക്കുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ പറ്റിക്കപ്പെട്ടിട്ടുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. അവിടെ ചെന്നപ്പോൾ ഞാൻ ജീവിക്കുന്നത് എനിക്ക് വേണ്ടിയല്ല എന്നും അള്ളാഹു എന്ന് പറയുന്ന ഒരു അറബിക് ദൈവം ഉണ്ട് എന്നും ആ ദൈവത്തിന് വേണ്ടിയാണ് ഞാൻ എന്റെ ജീവിതം ജീവിക്കാൻ പോകുന്നതെന്നും ഈ പറയുന്ന ദൈവം എന്റെ എല്ലാ കാര്യങ്ങളും ഞാൻ എന്തൊക്കെ ജീവിതത്തിൽ ചെയ്യാൻ പോകുന്നു, ഞാൻ എന്തൊക്കെ ചെയ്യില്ല, ഇനി മരിച്ചു കഴിഞ്ഞാൽ ഞാൻ എവിടേക്കാണ് പോകുന്നത് എന്ന് വരെ ഈ ദൈവം ആദ്യമേ ഒരു ഗ്രന്ഥത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് എന്നും വരെ പറഞ്ഞ് എന്നെ പറ്റിച്ചു. തീർച്ചയായിട്ടും നിങ്ങൾ പറ്റിക്കപ്പെട്ടിട്ടുണ്ട്. അറബിക് ദൈവം എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളോട് പറഞ്ഞത് തീർച്ചയായിട്ടും അത് നിങ്ങൾ പറ്റിക്കപ്പെട്ടതാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഈ പ്രപഞ്ചത്തിന്റെ എല്ലാം അതീതനാണ് ദൈവം എന്ന് പറയുന്നത്. പദാർത്ഥ ലോകത്തിന്റെ സൃഷ്ടാവ് ഒരിക്കലും പദാർത്ഥമായിരിക്കാൻ പാടില്ലല്ലോ. പദാർത്ഥ ലോകത്തിന്റെ സൃഷ്ടാവ് ഏകനായിരിക്കണം. പദാർത്ഥ ലോകത്തിലേക്ക് നാം ചിന്തിച്ചു നോക്കുമ്പോൾ ഇവിടെ ഏറ്റവും സൂക്ഷ്മ കണങ്ങളാകുന്ന ആറ്റംസ് തന്നെ നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ അതിൽ ഇലക്ട്രോണും പ്രോട്ടോണും ന്യൂട്രോണും ഇങ്ങനെ തുടങ്ങിയ അതിന്റെ ഉള്ളിൽ വരുന്ന ഘടകങ്ങളാണ് ഇതൊക്കെ. അതിൽ ഇലക്ട്രോൺസ് എല്ലാം അതിൽ ഡുവൽ നേച്ചർ ആണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതുപോലെ പ്രോട്ടോണും ന്യൂട്രോണും ഒക്കെ അതൊക്കെ കോർക്ക് കണങ്ങളിൽ പെടുന്നതാണ്, അഥവാ സ്വയം പര്യാപ്തത ഇല്ലാത്ത കണങ്ങളാണെന്ന്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഈ പ്രപഞ്ച ലോകത്തേക്ക് നോക്കുമ്പോൾ അതെല്ലാം ഒന്നിനോട് ആശ്രയിച്ചിരിക്കുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ പ്രപഞ്ച ലോകത്തിന്റെ സൃഷ്ടാവ് ഒന്നിലേക്ക് ആശ്രയിക്കാൻ പാടില്ല. അതുകൊണ്ട് തന്നെ പൂർണ്ണ അർത്ഥത്തിലും അവൻ ഏകനായിരിക്കണം. അതുകൊണ്ട് അത് തന്നെയാണ് പരിശുദ്ധ ഖുർആനിൽ പറയുന്നത്, ഖുൽ ഹുവല്ലാഹു അഹദ്. നബിയെ പറയുക, കാര്യം അള്ളാഹു ഏകനാണ്. ഏകനാണെന്ന് പറഞ്ഞാൽ 2 അർത്ഥത്തിലും ഏകനാണ്. അവനെ പോലെ മറ്റൊന്നില്ല എന്ന അർത്ഥത്തിലുള്ള ഏകത്വമാണെന്ന്. മറ്റൊന്ന്, അവനിൽ യാതൊരു തരത്തിലുള്ള വിഭജന സാധ്യതയില്ല എന്നുള്ള തരത്തിലുള്ള ഏകത്വമാണ്. ഏതായിരുന്നാലും പരിപൂർണനായ ഏകനായ അള്ളാഹുവിനെ കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചെന്ന പാഠങ്ങളും നിയമങ്ങളും അത് നമുക്ക് അനുസരിക്കാത്ത നിർവാഹമില്ല. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ, ഈ പദാർത്ഥ ലോകത്തിൽ ഇരുന്നു കൊണ്ട് മനുഷ്യന്റെ ബുദ്ധി ഫാക്കൽറ്റി കൊണ്ട് ഒരിക്കലും പദാർത്ഥത്തിന് അതീതനാകുന്ന, സ്ഥലകാലത്തിന് അതീതനാകുന്ന അള്ളാഹുവിനെ ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാവുകയില്ല. അതുകൊണ്ട് തന്നെ അവന്റെ മുമ്പിൽ നാം അശക്തനാണ്. അതുകൊണ്ട് തന്നെ അവൻ പറയുന്ന പാഠങ്ങൾ അത് കൃത്യമായി അവൻ സൃഷ്ടിച്ച സൃഷ്ടികളുടെ കാറ്റലോഗാണ്. അത് എങ്ങോട്ട് പോകും, എവിടെ നിന്ന് തുടങ്ങി എങ്ങോട്ട് പോകും എന്ന് പറയാൻ കൃത്യമായിട്ട് അർഹതയുള്ളത് അള്ളാഹുവിനാണെന്ന കാര്യത്തിൽ സംശയമില്ലല്ലോ. ഇനി ഏകനായ അള്ളാഹു, അതിനെക്കുറിച്ചിട്ട് ഞാൻ ഇന്നോ നാളെയോ ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അത് ഞാൻ ഓൾറെഡി ചെയ്യണം എന്ന് വിചാരിച്ച ടോപ്പിക്കായിരുന്നു. ഐഡന്റിഫൈ യുവർ ഗോഡ്, നിങ്ങളുടെ ദൈവത്തെ തിരിച്ചറിയുക എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ. അത് ഒന്ന് കണ്ടു നോക്കും എല്ലാവരും. ഓക്കെ, അപ്പോൾ അതിൽ ഞാൻ കൃത്യമായി പറയുന്നുണ്ട്. സോ അതൊന്നും പറഞ്ഞിട്ട് ഞാൻ ഇവിടെ സമയം കളയുന്നില്ല. നമുക്ക് അടുത്ത കാര്യത്തിലേക്ക് കടക്കാം. അള്ളാഹു എന്ന് പറയുന്ന ദൈവത്തിന്റെ നിയമത്തിന്റെ ആ ചട്ടക്കൂട്ടിലാണ് നാം വളരുന്നത്. അങ്ങനെ തന്നെ ആ ചട്ടക്കൂട്ടിൽ വരിഞ്ഞു കെട്ടി അതുകൊണ്ട് തന്നെ എനിക്ക് സ്വാതന്ത്ര്യമില്ല എന്നാണ് പറഞ്ഞു പോകുന്നത്. പ്രിയമുള്ള സുഹൃത്തെ, നിങ്ങൾ ഇസ്ലാമിൽ നിന്നും ശരി, ഇസ്ലാമിൽ സ്വാതന്ത്ര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ പുറത്തു പോവുകയാണെന്ന് വെച്ചോളൂ. എന്നാൽ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമോ? ഉദാഹരണത്തിന്, നിങ്ങൾ ഇന്ത്യയിൽ ജീവിക്കുകയാണ്. ഇന്ത്യയിൽ ജീവിക്കുന്ന നിങ്ങളെ പോലെയുള്ള സ്വതന്ത്ര ചിന്തകരെ സംബന്ധിച്ചിടത്തോളം അവർ ഈ ഇസ്ലാമിൽ സ്വാതന്ത്ര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് പുറത്തു പോയി കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം ഉണ്ടാകുമോ? നിങ്ങളൊന്ന് ചിന്തിക്കണം. നിങ്ങൾ വിചാരിക്കുകയാണ്, അങ്ങനെ നിങ്ങൾ ചിന്തിച്ച് ഒരു ബൈക്ക് എടുത്ത് പുറത്തേക്ക് പോകാൻ ഒരുങ്ങിയാൽ അപ്പോൾ അത് പോലീസ് കൈ കാണിക്കുകയാണ്. എന്നിട്ട് പറയും, നിന്റെ ഹെൽമെറ്റ് എവിടെയെന്ന് ചോദിച്ചാൽ നീ പറയും, ഞാൻ ഹെൽമെറ്റ് വെക്കുന്നത് എന്റെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടല്ലേ. ഹെൽമെറ്റ് ഇല്ലാതെ പുറത്തേക്ക് പോകാൻ എനിക്ക് എന്തുകൊണ്ട് സ്വാതന്ത്ര്യമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നടക്കുമോ? ഇന്ത്യയിൽ ഇന്ത്യയുടേതായ ചില നിയമങ്ങളുണ്ട്. ആ നിയമങ്ങൾ പാലിച്ചെങ്കിൽ മാത്രമേ ഇന്ത്യയിൽ ജീവിക്കാൻ കഴിയുകയുള്ളൂ. നിങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാൽ ഇന്ത്യ എന്ന് പറയുന്നത് ഒരുപാട് നിയമ വ്യവസ്ഥകളാൽ വലിഞ്ഞു മുറുക്കിയ ഒരു രാജ്യമാണെന്ന് പറയും. അങ്ങനെ നിങ്ങൾ പറഞ്ഞുകൊണ്ട് നിങ്ങൾ ലണ്ടനിൽ പോയാലോ അവിടെയും കാണാൻ ഒരുപാട് നിയമങ്ങൾ, അവരുടേതായ നിയമങ്ങൾ ഉണ്ടാകും. അങ്ങനെ ഈ ലോകത്ത് മുഴുവനും നിയമങ്ങളും വ്യവസ്ഥകളും ഉണ്ട്. അത് പാലിച്ചെങ്കിൽ മാത്രമേ ജീവിക്കാൻ കഴിയുകയുള്ളൂ. ഇത് എല്ലായിടത്തുമുള്ള നിയമമാണ്. നിങ്ങൾ ജോലി ചെയ്യുന്ന ആ കമ്പനിയിൽ വരെ നിയമങ്ങളുണ്ടാകും. ഈ കാര്യത്തിൽ സംശയമില്ലല്ലോ. പറഞ്ഞ കാര്യം വീണ്ടും വീണ്ടും പറയേണ്ട അവസ്ഥയാണ്. സ്വാതന്ത്ര്യം എന്നത് എന്തും ചെയ്യാനുള്ള ലൈസൻസ് അല്ല. സ്വാതന്ത്ര്യത്തിൽ നമ്മൾ പാലിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. അതിൽ റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്, അതിൽ ഒബ്ലിഗേഷൻസ് വരുന്നുണ്ട്, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്.
ഇതാണ് നമ്മൾ ധാർമ്മികത എന്നതുകൊണ്ട് നമ്മൾ ഇന്നത്തെ കാലത്ത് പഠിക്കുന്ന ധാർമ്മികത. അതല്ലെങ്കിൽ നമ്മൾ പണ്ടത്തെ കാലത്ത് ധാർമ്മികതയാണ് എടുക്കുന്നതുണ്ടെങ്കിൽ അതിലെ നമ്മളുടെ ഫ്രീഡം എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ ഇസ്ലാമിൽ കാണുന്ന പോലത്തെ നീ ഈ ഡ്രസ്സ് ഇടരുത്, നീ പുറത്ത് ഒറ്റക്ക് പോകരുത്, മഹറമില്ലാതെ നീ പുറത്ത് പോകാൻ പാടില്ല, നിനക്ക് ഒറ്റക്ക് ഡ്രൈവ് ചെയ്ത് ലൈസൻസ് തരാൻ പറ്റൂല, ഇതൊക്കെ എന്നാണ് ഇപ്പം ഈ നിയമങ്ങളൊക്കെ മാറിയത്? ഇപ്പോൾ അത് വളരെ മുന്നെയാണ് മഹറമില്ലാതെ പുറത്ത് പോകാമെന്നൊക്കെ അറബി കൺട്രീസിൽ നിയമം വന്നത്, മാറിയത്. ലൈസൻസ് സ്ത്രീകൾക്ക് ഒറ്റയ്ക്ക് വണ്ടി ഓടിച്ച് പോകാം എന്ന ലൈസൻസ് എടുക്കാമെന്നുള്ളതൊക്കെ ഇപ്പം അടുത്താണ് മാറിയത്. അപ്പോൾ ഇതൊക്കെ മറ്റൊരാളെ ബാധിക്കാത്ത ഒരു വിഷയം ഉണ്ടെങ്കിൽ ഇപ്പം ഞാൻ എന്ത് ഡ്രസ്സ് ഇടണം എന്നുള്ളത് എൻ്റെ മാത്രം ചോയ്സാണ്. അത് വേറൊരാളെ ബാധിക്കേണ്ട കാര്യമില്ല. പക്ഷേ അതുപോലും ആ ഒരു സ്വാതന്ത്ര്യം പോലുമാണ് ഈ ഇസ്ലാമിൽ നമുക്ക് ഹനിക്കപ്പെടുന്നത്. മറ്റുള്ളവരെ ബാധിക്കുന്ന പ്രശ്നമാണെങ്കിൽ ഇപ്പം നമ്മളിപ്പോൾ പറഞ്ഞല്ലോ, ഈ ട്രാഫിക് സിഗ്നലൊക്കെ നമ്മൾ പാലിക്കുന്നത് സ്വാതന്ത്ര്യമില്ലായ്മയാണെന്നാണ് പറയുന്നത്. ഒരിക്കലുമല്ല. അത് സ്വാതന്ത്ര്യത്തെ ശക്തിപ്പെടുത്താനുള്ള, അതായത് നമ്മുടെ സേഫ്റ്റി മുൻനിർത്തിക്കൊണ്ട് നമ്മൾ മാറ്റങ്ങൾ വരുത്തിയിട്ടുള്ള കാര്യങ്ങളാണ്. ഈ സ്വാതന്ത്ര്യത്തിൽ തന്നെ നമുക്ക് സ്വാതന്ത്ര്യമുണ്ട്, നമുക്ക് വണ്ടി എടുത്ത് പോകാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ അതിൽ ഇത്ര സ്പീഡേ പാടുള്ളൂ, കാരണം അപ്പുറത്ത് വേറൊരു വണ്ടിക്കാരനും വരുന്നുണ്ട്. സോ അവനക്ക് ബുദ്ധിമുട്ടുണ്ടാവരുത്. അതുകൊണ്ട് നമ്മൾ എല്ലാവരും പാലിക്കേണ്ട ചിട്ടവട്ടങ്ങളാണ് ഈ ഒരു സിസ്റ്റം. ഇതുകൊണ്ടാണ്. നേരെ മറിച്ച് നീ വണ്ടി എടുത്ത് പോകാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അത് സ്വാതന്ത്ര്യത്തെ ഹനിക്കലാണ്. അത് നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ നമുക്ക് എവിടെയും കാണാൻ കഴിയില്ല. മാത്രമല്ല, നീ ഒരു മതസ്ഥൻ, നീ ഒരു ബഹുദൈവ വിശ്വാസി, മറ്റവൻ വിശ്വാസി എന്നൊക്കെ പറയുന്ന ഈ ഒരു കാറ്റഗറൈസേഷൻ ഇതും നമുക്ക് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലോ അല്ലെങ്കിൽ ഇപ്പോൾ ഈ പറയുന്ന ലണ്ടനിലെ കോൺസ്റ്റിറ്റ്യൂഷനിലോ ഒന്നും നമുക്ക് കാണാൻ കഴിയില്ല. അപ്പോൾ സ്വതന്ത്രമായി ജീവിക്കാൻ കഴിയുമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഭൂലോകത്ത് ഒരിക്കലും ജീവിക്കാൻ സാധിക്കുകയില്ല എന്ന കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ അത് ഇസ്ലാമിൽ മാത്രമാണ് നിയമങ്ങളുള്ളത്. അതുകൊണ്ട് ഇസ്ലാമിൽ സ്വാതന്ത്ര്യമില്ല എന്നാണ് നിങ്ങൾ പറഞ്ഞതെങ്കിൽ നിങ്ങൾക്ക് തെറ്റി. ആ ഒരു ചിന്താഗതിയാണെങ്കിൽ ഇസ്ലാമിൽ എന്നല്ല എവിടെയും നിങ്ങൾക്ക് സ്വാതന്ത്ര്യം കണ്ടെത്താൻ സാധിക്കുകയില്ല എന്ന കാര്യമാണ് എന്റെ സുഹൃത്തിനോട് എനിക്ക് പറയാനുള്ളത്. കാലം ഇന്ന് ഒരുപാട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. സ്ത്രീകൾ അക്ഷരവിദ്യാഭ്യാസം നേടി, അവർ ജോലികൾ തേടി, അവർ എല്ലാവരും സ്വതന്ത്രരായി സ്വന്തം ജോലി ചെയ്ത് പൈസ ഉണ്ടാക്കി ജീവിക്കുന്ന ഒരു നാട്ടിലാണ് നമ്മളിന്ന് ജീവിക്കുന്നത്. അവിടെ നിന്നുകൊണ്ട് നിങ്ങൾ പറയുന്ന ധാർമ്മികത എന്ന് പറയുന്നത് പണ്ട് മുഹമ്മദ് നബി പറഞ്ഞ പോലെ എന്താണ്, ഈജിപ്തിലെ ഒരു ഖൊസ്രോ രാജാവ് തൻ്റെ മകളെ എന്താ പറയുക അവിടുത്തെ ഭരണം ഏൽപ്പിച്ചു എന്നറിഞ്ഞപ്പോൾ എന്താ നബി പറഞ്ഞത്? എ നേഷൻ ഹൂ മേക്സ് their ruler will never succeed if it's a woman. ഒരു സ്ത്രീയാണ് നിങ്ങളുടെ രാജ്യത്തിന്റെ അധികാരം ഏൽപ്പിക്കുന്നത് എന്നുണ്ടെങ്കിൽ ആ രാജ്യം ഒരിക്കലും രക്ഷപ്പെടില്ല എന്ന് പറഞ്ഞ ഒരാളാണ്. അതായത് മനസ്സിലാക്കുക, നമ്മളുടെ ധാർമ്മികത എവിടെ എത്തി നിൽക്കുന്നു എന്നും നിങ്ങൾ ഈ മദ്രസയിൽ പഠിപ്പിക്കുന്ന ധാർമ്മികത എവിടെയാണ് നിൽക്കുന്നത് എന്നും മനസ്സിലാക്കുക. അപ്പോൾ അതൊക്കെ നമ്മൾ മാറ്റി നിർത്തിക്കൊണ്ട് നല്ലതിനു വേണ്ടി നിലകൊള്ളാൻ ശ്രമിക്കുക. എല്ലാവർക്കും തുല്യ പ്രാധാന്യം കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക. അതിലാണ് കാര്യം. അല്ലാതെ ഇവരെൻ്റെ അടിയിൽ ജീവിക്കേണ്ടവരാണെന്നും അടിമകളായി ജീവിക്കേണ്ടവരാണെന്നൊക്കെയുള്ള ആ പ്രാകൃത ഈ പറഞ്ഞ ധാർമ്മികത ഉണ്ടല്ലോ, ഫ്രീഡം, ദ അൾട്ടിമേറ്റ് ഫ്രീഡം, അള്ളാന്റെ ഫ്രീഡം എവിടെയാണ് നിൽക്കുന്നത് എന്നുള്ളത് കേൾക്കുന്നവർ സ്വയം ഒന്ന് ഇവാലുവേറ്റ് ചെയ്യാം. ഇത് പറയുന്നതിന് മുമ്പ് ഞാൻ ഇദ്ദേഹം ഇപ്പോൾ നിൽക്കുന്ന രാജ്യമാകുന്ന ലണ്ടനിലെ ഒരു അവസ്ഥയെ കുറിച്ച് മൊത്തമായിട്ട് ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് ഗൂഗിളിൽ ഞാനത് സെർച്ച് ചെയ്തപ്പോൾ അതിൽ കാണാൻ സാധിച്ചത്, ഇപ്പോൾ ലണ്ടനിൽ ഏറ്റവും വളർന്നുകൊണ്ടിരിക്കുന്ന മതം എന്ന് പറയുന്നത് പരിശുദ്ധ ഇസ്ലാമാണ് എന്നല്ല, ലോകാടിസ്ഥാനത്തിൽ മുഴുവൻ നോക്കിയാൽ വളർന്നുകൊണ്ടിരിക്കുന്ന ആളുകൾ കൺവേർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന മതം പരിശുദ്ധ ഇസ്ലാമാണെന്ന് നിഷ്പ്രയാസം നിങ്ങൾക്ക് ഗൂഗിൾ ചെയ്താൽ കാണാം. ഇനി ഫഹീം ആദ്യത്തിൽ പറഞ്ഞ, അതായത് UK-ലും ലണ്ടനിലും ഒക്കെ ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് റിലീജിയൻ ഇസ്ലാമാണെന്ന് പറഞ്ഞു. ആണ്, തീർച്ചയായിട്ടും. അത് ഗൂഗിളിൽ സെർച്ച് ചെയ്യാൻ ആർക്കും എന്ന് കോൺഫിഡൻസോടുകൂടി പറയുന്നതും കേട്ടു. അപ്പോൾ തീർച്ചയായിട്ടും അതിൽ എത്ര പേര് സെർച്ച് ചെയ്തിട്ടുണ്ടാവും എന്നറിയില്ല. എന്തായാലും സെർച്ച് ചെയ്താൽ അത് തന്നെ കാണാൻ പറ്റുള്ളൂ. ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് റിലീജിയൻ ഇസ്ലാം തന്നെയാണ്. എന്നാൽ അത് എന്തുകൊണ്ടാണ് ഗ്രോ ചെയ്യുന്നത് എന്നും എത്ര ശതമാനം ആളുകളാണ് ഇസ്ലാമിൽ ഉള്ളത് ഇവിടെ എന്നും അതിൻ്റെ കാരണങ്ങൾ എന്താണെന്നുള്ള ഒരു ഡാറ്റ നമ്മൾ നോക്കേണ്ട ആവശ്യമുണ്ടല്ലോ. എന്നെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. കാരണം എനിക്കിപ്പോൾ ഇത് പറഞ്ഞല്ലേ മതിയാവൂ, സത്യങ്ങൾ പറഞ്ഞല്ലേ മതിയാവൂ. എന്തായാലും നമുക്ക് അതിലേക്ക് കടക്കാം. അതിൽ ക്രിസ്ത്യാനിറ്റി
46.3% ക്രിസ്ത്യൻസാണ് യു കെയിലുള്ളത്. ഇസ്ലാം 6.7. 46ഉം 6ഉം എവിടെയാണ് കിടക്കുന്നത് എന്നുള്ളത് നിങ്ങളൊന്ന് നോക്കിയാൽ മതി. വളർന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് അള്ളാഹുവിന് ഇതുവരെ 1-ാം നമ്പർ ആവാൻ പോലും കഴിഞ്ഞിട്ടില്ല. യു കെയിലത്തെ കാര്യമാണ് പറയുന്നത്, ലോകത്തിലത്തെ അല്ല. യു കെയിൽ പോലും അള്ളാഹുവിന് 1-ാം നമ്പർ ആവാൻ പോലും കഴിഞ്ഞിട്ടില്ല. 46ഉം 6ലുമാണ് നിൽക്കുന്നത് അള്ളാഹു. എന്തായാലും പിന്നെ 1.8 ഹിന്ദുസ്, അതർ റിലീജിയൻസ് 0.6, റിലീജിയൻ ഇല്ലാത്തവർ 36.7%. ഇതും കൂടെ ശ്രദ്ധിക്കണേ. റിലീജിയൻ ഇല്ലാത്ത ആളുകൾ 36.7%. ഇസ്ലാം റിലീജിയൻ ഉള്ളത് 6.7%. ഇതൊക്കെ എത്ര വ്യത്യാസമുള്ള കാര്യങ്ങളാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി മാത്രമല്ല, കഴിഞ്ഞിട്ടില്ല. ഇത് എങ്ങനെയാണ് ഇസ്ലാമാണ് ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ്? അതിനർത്ഥം എന്താണ്? ഇസ്ലാമാണ് മുന്നിൽ എന്നല്ല. ഇസ്ലാം വളർച്ചയിൽ ഏറ്റവും വേഗത ഉള്ളത് ഇസ്ലാമിനാണ്. അതിന്റെ കാരണം എന്താണെന്നും കൂടെ നമുക്ക് നോക്കണ്ടേ? യെസ്. ബട്ട് most of the Muslim population growth in Europe during the period, about 60% was due to migration. അതായത് 60% മുസ്ലിംസ് ഇവിടെ കുടിയേറി പാർത്തവരാണ്. അതുകൊണ്ടാണ് ഇവിടെ ഈ പോപ്പുലേഷൻ ഇങ്ങനെ കൂടാൻ കാരണം. ഈ കുടിയേറി പാർത്തവരെല്ലാവരും ഇവിടെ വന്ന് അവർക്ക് മക്കളുണ്ടാവും, മക്കൾക്ക് മക്കളുണ്ടാവും. അപ്പോൾ സ്വാഭാവികമായിട്ടും എന്താ സംഭവിക്കുക? അതും മുസ്ലിംസിനെ സംബന്ധിച്ചിടത്തോളം ഒരാൾക്ക് 4 ഭാര്യനെ കെട്ടാം. 4 ഭാര്യയിൽ കൂടുതൽ എത്ര കുട്ടികൾ ഉണ്ടാവുന്നോ അത്രയും ഹലാലായിട്ട് നമുക്ക് തന്നതാണ് എന്നുള്ളൊരു കൺസെപ്റ്റും കൂടെ ഉണ്ടല്ലോ. അതുകൊണ്ടല്ല ഞാൻ ഇത് വെറുതെ പറയാൻ വേണ്ടി പറയല്ല. ഞാനിപ്പോൾ എൻ്റെ വർക്ക് ചെയ്യുന്നിടത്തൊക്കെ ഒരു മുസ്ലിം ആയിട്ടുള്ള ഒരു ഉമ്മ വരുമ്പോൾ അവരുടെ കയ്യിൽ, അവരുടെ കൂടെയുള്ള കുട്ടികൾ എത്രയാണെന്നറിയോ? നമ്മുടെ നാട്ടിൽ പോലും നമുക്ക് ഇങ്ങനെയൊന്നും കാണാൻ പറ്റില്ല. അത്രയും കുട്ടികളായിട്ടാണ് ഇവർ നടക്കുന്നത്. അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 4 കെട്ടാം, എത്ര കുട്ടികളും ആവാം എന്നുള്ളൊരു പോളിസി ഉണ്ടെങ്കിൽ പിന്നെ ഇതിനൊക്കെ കയ്യും കണക്കുണ്ടാവുമെന്ന് അറിയില്ല. എന്തായാലും ഇനി ഓവർ ദ സെയിം പീരീഡ് there was a relatively small loss in Muslim population due to religious switching. An estimated, ഞാൻ ജസ്റ്റ് മലയാളത്തിൽ പറയാം, ഞാൻ ഒന്ന് വായിക്കട്ടെ. അതായത് 1,60,000 പേര് ഇസ്ലാം മതത്തിൽ നിന്നും മറ്റു മതങ്ങളിലേക്കും മതമില്ലാത്തതിലേക്കുമായിട്ട് മാറിയിട്ടുണ്ട്. വേറാസ് അതായത് മറ്റു മതങ്ങളിൽ നിന്നും വിശ്വാസമില്ലാത്തതിൽ നിന്നും ഇസ്ലാമിലേക്ക് വന്നതിനേക്കാൾ കൂടുതൽ 1,60,000 പേര് മതം വിട്ടുകൊണ്ട് പോയിട്ടുണ്ട്, അല്ലെങ്കിൽ വേറെ മതത്തിലേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഈ എന്താ പറയുക, ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് ആളുകൾ ഇൻ യു കെ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ വിചാരിക്കും, ഓ ഇസ്ലാം ഇങ്ങനെ പൊടി പൊടിക്കുകയാണ്. ഓക്കെ, ഇതൊക്കെയാണ് ഇതിൻ്റെ സത്യാവസ്ഥ. ഇനി ഇതിൽ കുറച്ചും കൂടെ രസമുള്ളൊരു കാര്യമുണ്ട്. ഈ മൈഗ്രേറ്റ് ചെയ്ത് വരുന്ന ആളുകൾ ആരാണെന്ന് അറിയോ? കാണിച്ചു തരാം. ഇതാ, മൈഗ്രേറ്റ് ചെയ്ത് വരുന്ന ആളുകളിൽ ഏറ്റവും കൂടുതൽ ടോപ്പ് 10 ഒറിജിൻസ് ഓഫ് മുസ്ലിം റെഫ്യൂജീസ് അഭയാർത്ഥികളായി വരുന്നവരാണ്. അതല്ലാതെ ഏറ്റവും കൂടുതൽ അഭയാർത്ഥികളായി വരുന്നവരാണ്. അഭയാർത്ഥികൾ എന്ന് പറഞ്ഞാൽ ഓരുടെ നാട്ടിൽ നിക്കക്കള്ളി ഇല്ലാതെ അഭയാർത്ഥികളായി ഇവിടെ വന്ന് ഇവിടെ സിറ്റിസൺഷിപ്പും കാര്യങ്ങളൊക്കെ കിട്ടി സ്വസ്ഥമായി, അതായത് ഈ കാഫിറുകളുടെ നാടാണല്ലോ യു കെ എന്നൊക്കെ പറയുന്നത്, ഏത് വിശ്വാസമില്ലാത്തവരുടെയും മറ്റു പല വിശ്വാസങ്ങളുള്ളവരുടെയും തോന്നിയ പോലെ ജീവിക്കുന്നവരുടെയൊക്കെ നാട്. ഇതിൽ കൗതുകമാർന്നൊരു കാര്യം ഞാൻ കാണിച്ചു തരാം. നമ്പർ 1 സിറിയ. 6,10,000 പേരാണ് റെഫ്യൂജികളായിട്ട് വന്നിട്ടുള്ളത്. ഇത് 2021 സെൻസസ് എന്തോ ആണ് തോന്നുന്നുണ്ട്. 2010 മുതൽ 2016 വരെ. ഓക്കെ, ആ കണക്കാണ് കേട്ടോ, അന്നത്തെ കണക്കാണ് ഈ പറയുന്നത്. രണ്ടാമത്തത് അഫ്ഗാനിസ്ഥാൻ, 1,80,000 പേർ. ഇനി അങ്ങനെ ഇറാഖ്, സൊമാലിയ, ഇറാന്, ഇങ്ങനെ പോകുന്നു. പാകിസ്ഥാന്, സുഡാന്, നൈജീരിയ, ഈ പറയുന്ന എല്ലാ രാജ്യങ്ങളും നിങ്ങളൊന്ന് എടുത്തു നോക്കിക്കോളും, ഒക്കെ ഇസ്ലാമിക രാഷ്ട്രമാണ്. ഇസ്ലാമിൻ്റെ നിയമങ്ങളുള്ള, അള്ളാഹുവിൻ്റെ നിയമങ്ങളുള്ള, ഇപ്പം നമ്മൾ പറഞ്ഞ ധാർമ്മികത തുളുമ്പുന്ന, ഇസ്ലാമിൻ്റെ കൊടി പാറുന്ന രാജ്യങ്ങളാണ് ഈ പറഞ്ഞതൊക്കെ.
ഇവിടെ നിന്നൊക്കെ മുസ്ലിങ്ങൾ അവിടുത്തെ ജീവിതം മടുത്ത് അവിടെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ യുദ്ധങ്ങളും മറ്റ് പ്രശ്നങ്ങളും ഒക്കെ ആയിട്ട് കുടിയേറി ഈ കാഫിറുങ്ങളെ നാട്ടിൽ വന്ന് ഇവിടെ സ്വസ്ഥമായിട്ട് ജീവിക്കുകയാണ്. നിങ്ങൾ മനസ്സിലാക്കണം, അള്ളാന്റെ നിയമമല്ല ഒരു നോക്കുന്നത്, ജീവിതത്തിലെ സ്വാതന്ത്ര്യമാണ് നോക്കുന്നത്. നമ്മളെ തുടക്കത്തിൽ പറഞ്ഞ സ്വാതന്ത്ര്യം ഉണ്ടല്ലോ, ഇസ്ലാമിലെ സ്വാതന്ത്ര്യമാണ് ഈ കാണിക്കണ കണക്ക്. നിങ്ങളിത് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കി നോക്കൂ, എത്ര ആളുകളാണ് കുടിയേറി വന്നിട്ടുള്ളത്. ഇതൊക്കെയാണ് സത്യാവസ്ഥ. അതല്ലാതെ നമ്മൾ വെറുതെ ഗൂഗിളിൽ ഇങ്ങനെ അടിച്ചു നോക്കുമ്പോൾ ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് എന്നൊക്കെ കണ്ടിട്ട് നമ്മൾ രോമാഞ്ചം കൊണ്ടിട്ടൊന്നും കാര്യമില്ല. സത്യാവസ്ഥ അതൊക്കെയാണ്. സ്വന്തം ഇസ്ലാമിക രാഷ്ട്രത്തിൽ നിക്കക്കള്ളിയില്ലാതെ അവിടുത്തെ ജീവിതം സുഖകരമല്ല എന്ന് കണ്ടുകൊണ്ട് സ്വാതന്ത്ര്യമാണ് മനുഷ്യന് വേണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഈ പറഞ്ഞ രാജ്യങ്ങളിലേക്ക് കുടിയേറി അവിടെ സിറ്റിസൺഷിപ്പ് കിട്ടി അവിടെ സ്വസ്ഥമായിട്ട് ജീവിക്കുന്ന ആൾക്കാർ. എന്നിട്ടോ ഇവിടെ വന്ന് ഇവിടെയും മറ്റേ ഇസ്ലാമിന്റെ പ്ലക്കാർഡും പിടിച്ച് നടക്കുന്ന കുറെ ആൾക്കാരുണ്ട്. സ്വന്തം നാട്ടിൽ ജീവിക്കാൻ ഇതില്ലാതെ നിലയില്ലാതെ ഇവിടെ വന്നിട്ട് ഇവിടുത്തെ ആൾക്കാരുടെ മനസ്സമാധാനം കൂടെ കളയാൻ വേണ്ടി പരിശ്രമിക്കുന്ന അങ്ങനെയും കുറെ പേർ. അപ്പോൾ നിങ്ങൾ ഇതൊക്കെ കേട്ടിട്ട് നിങ്ങൾ സ്വയം ചിന്തിക്കുക, എന്താണ് നിങ്ങൾ ഈ പറയുന്ന ധാർമ്മികത എന്നും ഇസ്ലാമിലെ ഫ്രീഡം എന്താണെന്നുള്ളതും ഒക്കെ ഒന്ന് സ്വയം വിലയിരുത്തുക. ഓക്കെ, അപ്പോൾ എന്തായാലും